മലയാള സിനിമയിലെ താരസംഘടനയായ AMMയെ പൂർണ്ണമായും തച്ചുടക്കണം. സംഘടനയ്ക്കുള്ളിൽ ചിലർക്കുള്ള ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത സ്വാധീനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കണം. അവിടെ തങ്ങളുടെ മാത്രം അജണ്ടകൾ അടിച്ചേൽപ്പിക്കണം തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളുമായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചില പ്രത്യേക ശക്തികൾ കടുത്ത കുബുദ്ധികളും തന്ത്രങ്ങളും മെനഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രകോപനങ്ങളും അണിയറ നീക്കങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി AMMയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് നഷ്ടമായ മുഖം രക്ഷിക്കണമെങ്കിൽ എതിർപക്ഷത്തുള്ളവരെ ഏതെങ്കിലും തരത്തിൽ വരിഞ്ഞു കെട്ടിയേ മതിയാവുന്ന ചിന്തയിലാണ് ഈ വിഭാഗങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ ആ തന്ത്രങ്ങളെയെല്ലാം തുടക്കത്തിൽ തന്നെ പൊളിച്ചടക്കിക്കൊണ്ട് അൻസിബ ഹസൻ, മാലാ പാർവതി ഉൾപ്പെടെയുള്ള നടിമാർ ഇപ്പോൾ കടുത്ത വെല്ലുവിളികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതാണിപ്പോൾ മലയാള സിനിമാ ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും നിർണായകമായ തീക്കളി എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊച്ചിയിൽ ഒരു വലിയ വാർത്താ സമ്മേളനം തന്നെ നടക്കുകയുണ്ടായി. നടിമാരായ അൻസിബ ഹസൻ, മാലാ പാർവതി, ഉഷ ഹസീന, മായ വിശ്വനാഥ് എന്നിവർ സംയുക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി AMMA പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ കാഴ്ചകളാണ് പിന്നീട് കണ്ടത്. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിങ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, FIR ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്നെ CI വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തതിന്റെ. അപ്പൊ ഞാൻ ചോദിച്ചു FIR ഇടുന്നില്ലേ സാറിന്? അല്ല, അത് ഞങ്ങൾ 14 ദിവസം ഒന്ന് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമമാണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. പ്രഥമ ദൃഷ്ട്യാ തന്നെ കേസുണ്ട്. FIR ഇട്ടാൽ എന്താണ് കുഴപ്പം? FIR ഇട്ടിട്ട് കഴമ്പില്ലെങ്കിൽ അത് കളയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായിട്ട് കേസ് എടുക്കുന്നുണ്ടോ, കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തത വരുത്തേണ്ടതാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും കേൾക്കാത്ത പോലീസാണോ ഇവിടെ ഉള്ളത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഭയപ്പെടുത്തുന്ന കാര്യമാണ്. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത പ്രസിഡന്റായ കമ്മിറ്റി തകർന്നടിഞ്ഞതെന്ന് അൻസിബ ഹസൻ പരസ്യമായി തുറന്നടിച്ചു. സാമ്പത്തിക ക്രമക്കേട് ആരോപണം നേരിടുന്നവരെ എങ്ങനെയാണ് വീണ്ടും താൽക്കാലിക ഭരണ സംവിധാനമായി തുടരാൻ അനുവദിക്കാൻ ജനറൽ ബോഡിക്ക് തോന്നുക എന്ന് അവർ കടുത്ത ഭാഷയിൽ ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. മുമ്പ് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെച്ചപ്പോൾ അഡ്വ കമ്മിറ്റിക്കായി തുടരാൻ അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത ശ്വേതയ്ക്ക് അൻസിബ കൃത്യമായ മറുപടിയാണ് നൽകിയത്. ജനറൽ ബോർഡ് നടക്കാൻ വൈകുമെന്നതിനാലാണ് മോഹൻലാലിന്റെ കമ്മിറ്റി തുടർന്നതെന്നും അന്ന് സഞ്ജീവനി പദ്ധതി നടപ്പാക്കുകയാണ് അവർ ചെയ്തതെന്നും അങ്ങനെയൊരു നല്ല കാര്യം ചെയ്തതിനെയാണോ ശ്വേത കുറ്റപ്പെടുത്തുന്നതെന്നും അൻസിബ ചോദിക്കുകയും ചെയ്തു. ഇവിടെ ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന ഗുരുതരമായ ആക്ഷേപവും വാർത്താ സമ്മേളനത്തിൽ ഉയരുകയും ചെയ്തു. പരാതിയുമായി വന്ന സ്ത്രീകളെ അപമാനിക്കുകയാണോ പോലീസ് ചെയ്യുന്നത്? ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാത്ത പോലീസാണോ കേരളത്തിലുള്ളതെന്ന് അൻസിബ ചോദിക്കുകയും ചെയ്യുന്നു. നീതി കിട്ടാൻ ഒടുവിൽ കോടതിയെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സംസാരിക്കുന്ന വീഡിയോ താൻ കണ്ടുവെന്നും ഇത് AMMA സംഘടനയ്ക്കുള്ളിൽ തീരേണ്ട പ്രശ്നമാണെന്ന് കമ്മീഷണർ പറഞ്ഞതെന്നും അൻസിബ വെളിപ്പെടുത്തുന്നു. സംഘടനയ്ക്കുള്ളിൽ വെച്ച് തന്നെ ജിഹാദി എന്ന് വിളിച്ചത്, അതായത് സംഘടനയ്ക്കുള്ളിൽ വെച്ച് തന്നെ ജിഹാദി എന്ന് വിളിച്ചത് എങ്ങനെയാണ് വെറും ഒരു തമാശയായി പോലീസിന് കാണാൻ കഴിയുന്നത്? അത് തന്നെ മാനസികമായി വലിയ രീതിയിൽ വേദനിപ്പിച്ചെന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ കോടതി വിധിയില്ലാതെ ശ്വേതാ മേനോൻ
AMMA ഓഫീസിൽ കാലുകുത്തിയാൽ തങ്ങൾ കടുത്ത രീതിയിൽ തടയുമെന്നും അൻസിബ വെല്ലുവിളിക്കുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത നടി ഉഷാ ഹസീനയും കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്നും അതിരൂക്ഷമായ വ്യക്തിഹത്യ നേരിടേണ്ടി വന്നവരാണ് തങ്ങളെന്നും ചില സ്ത്രീകൾ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വിജയിച്ചു കയറിയത് കുറുക്ക് വഴികളിലൂടെയാണെന്നും അവർ തുറന്നടിക്കുകയും ചെയ്യുന്നു. ഭരണസമിതിയിലുള്ളവർക്ക് വെറും അധികാരമോഹം മാത്രമാണുള്ളത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും തങ്ങൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. AMMയിൽ പരാതി കൊടുത്ത സ്ത്രീകളെ സംഘടനയുടെ നേതൃത്വം ക്രൂരമായി പരിഹസിക്കുകയാണ് ചെയ്തിരുന്നത്. തെരഞ്ഞെടുത്ത കാലത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നടൻ അനൂപ് ചന്ദ്രൻ അൻസിബയെക്കുറിച്ച് അങ്ങേറ്റം മോശമായ ഒരു വീഡിയോ ഇറക്കിയപ്പോൾ അങ്ങനെ തന്നെ വേണം, എനിക്ക് വലിയ സന്തോഷമായി എന്നാണ് പ്രസിഡന്റ് ശ്വേത പ്രതികരിച്ചെന്ന് ഉഷാ ഹസീന വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ജനറൽ ബോഡി മീറ്റിംഗിൽ വലിയ അട്ടിമറികളാണ് നടന്നതെന്ന് ഉഷയും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ജനറൽ ബോഡിയിൽ പ്രിന്റ് ചെയ്ത് നൽകിയ കണക്കുകളും ഭാരവാഹിയായ ബാബുരാജ് തെറ്റായി അയച്ചു കൊടുത്ത കണക്കുകളും രണ്ട് വേറെയായിരുന്നു. പൊതുയോഗത്തിൽ വെച്ച് ആർക്കും സംസാരിക്കാൻ മൈക്ക് നൽകിയില്ല. അനൂപ് ചന്ദ്രന്റെ കയ്യിൽ മാത്രമായിരുന്നു മൈക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ബാബുരാജിനെതിരെ സാമ്പത്തിക ആരോപണം ഉയർന്നപ്പോൾ മറുപടി പറയാൻ അദ്ദേഹത്തിന് ഒരു അവസരവും നൽകിയില്ല. പ്രതിഷേധിച്ചുകൊണ്ട് താൻ യോഗത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണെന്ന് ബാബുരാജ് പറഞ്ഞപ്പോൾ പ്രസിഡന്റായ ശ്വേതാ മേനോൻ എഴുന്നേറ്റ് നിന്ന അഹങ്കാരത്തോടെ ഞാനാണ് പ്രസിഡന്റ്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മതി, ഇറങ്ങി പോവുകയാണെങ്കിൽ ഇറങ്ങിപ്പോക്കോ, പുറത്ത് വണ്ടി കിടപ്പുണ്ടെന്നായിരുന്നു മറുപടി നൽകിയത്. തങ്ങളുടെ ഭാഗം പറയുന്നവരെ മാത്രമാണ് അവിടെ സംസാരിപ്പിച്ചത്. സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരണമെന്നത് തങ്ങൾ ആഗ്രഹിച്ചെന്നും എന്നാൽ കസേരയിലെത്തിയവർ അംഗങ്ങളുടെ ക്ഷേമത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് അവിടെ നടന്നതെന്നും ഉഷാ ഹസീന അക്കമിട്ട് നിർത്തുകയും ചെയ്തു. എന്നാൽ ഇതിനേക്കാളേറെ ഭീകരമായ അണിയറ അജണ്ടകളാണ് സംഘടനയിൽ നടക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നടി മാല പാർവതി സംസാരിച്ചത്. മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത കലാകാരന്മാരുടെ ഇടയിൽ പോലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്ന ആളല്ല AMMA സംഘടന ഭരിക്കേണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. BJP നേതാവ് പത്മജ മേനൻ ഒരു അഭിമുഖത്തിൽ AMMA സംഘടനയ്ക്ക് അദാനി ഗ്രൂപ്പിൽ നിന്ന് 15 കോടി രൂപ സംഭാവന ലഭിക്കുമെന്ന് പറയുന്ന വീഡിയോ മാല പാർവതി പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പാപവും കാണിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവരുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ സാധാരണ അമ്മ ഒരു ഷോ നടത്തും, അതിൽ നിന്നുള്ള പൈസ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ കേട്ടല്ലോ. ഇത് ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ്, ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ ഞാൻ അയച്ചു തരാം ആർക്കെങ്കിലും താല്പര്യമുണ്ട്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണോ? ശ്വേത പലവട്ടം പറഞ്ഞു അവർ കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവും ഇല്ല, ഒരു അയിത്തവുമില്ല. ഇതെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഉള്ള പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവരെ ഹിന്ദു അമ്പലത്തിൽ നിന്നും പണം വാങ്ങിച്ചതിന്റെ പേരിൽ അവര് വർഗീയത നടപ്പിലാക്കി എന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ആരോപണമല്ല, എന്റെ അനുഭവമാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയുടെ പുറത്ത് 15 കോടി രൂപ കൊണ്ടുവരുമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്. അവർ AMMലെ അംഗമല്ല. അങ്ങനെയുള്ള ഒരു കമ്പനിയുടെയും പണം തങ്ങൾക്ക് ആവശ്യമില്ല എന്നവർ വ്യക്തമാക്കുകയും ചെയ്തു. ശ്വേതയുടെ രാഷ്ട്രീയ അജണ്ടകൾ സംഘടനയിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ
അതിനെ ശക്തമായി എതിർക്കും. അത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് മുസ്ലിം നാമധാരിയായ അൻസിബയെ വർഗീയവാദിയും ജിഹാദിയുമാക്കി ചിത്രീകരിച്ച് ഓടിക്കാൻ നോക്കിയത്. ഹിന്ദു ക്ഷേത്രത്തിൽ നിന്നും പണം വാങ്ങിയതിന്റെ പേരിൽ അൻസിബ വർഗീയത നടപ്പാക്കാൻ നോക്കുന്നുവെന്ന് ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്വേത ശ്രമിക്കുകയും ചെയ്തു. ഇത് വെറുമൊരു ആരോപണമല്ല, തന്റെ സ്വന്തം അനുഭവമാണെന്ന് മാല പാർവതി പറയുകയും ചെയ്യുന്നു. ജനറൽ ബോഡിയിൽ താൻ സംസാരിക്കാതിരിക്കാൻ ശ്വേത മൈക്ക് തരാതെ വട്ടം പിടിച്ചു നിന്നു. രമേശ് പിഷാരടിയുമായി ശ്വേത നടത്തിയ ഫോൺ സംഭാഷണം കൃത്യമായ അജണ്ടയോട് കൂടിയാണ് അവർ പുറത്തുവിട്ടതും. അൻസിബ 4 പേരെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ശ്വേത തന്നോട് നേരിട്ട് പറഞ്ഞു. അതിനെ താൻ ശക്തമായി എതിർത്തപ്പോൾ നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, പുറത്താവുമെന്നായിരുന്നു ശ്വേതയുടെ ഭീഷണി പോലും. അൻസിബയുടെ പ്രശ്നത്തിൽ ഇടപെടരുതെന്നും ശ്വേത ആവശ്യപ്പെടുകയും ചെയ്തു. നാളെ കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു കേരള സ്റ്റോറി അജണ്ടയാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് താൻ പ്രതികരിച്ചെന്ന് മാല പാർവതി തുറന്നടിക്കുന്ന സാഹചര്യമുണ്ടായി. തട്ടമിടാത്ത അമ്പലത്തിൽ വരെ പോകുന്ന ഒരു മലപ്പുറംകാരിയായ മുസ്ലിം പെൺകുട്ടി മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാൽ അത് ഉത്തരേന്ത്യയിലൊക്കെ നടപ്പാക്കും, ഓടുകയും ചെയ്യും. ഈ കഥയാണ് അവരിവിടെ സൃഷ്ടിക്കാൻ നോക്കിയത്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയല്ലേ എന്ന ബാബുരാജിന്റെ ആരോപണത്തിൽ മറുപടി പറയാൻ കഴിയാതെയാണ് ശ്വേത അവിടെ നിന്നും ഇറങ്ങിയോടിയത്. ബോളിവുഡിൽ നടന്നതുപോലെ സിനിമാ സംഘടനകളെ പിടിച്ചടക്കി നാടിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തെ മുളയിലെ നുള്ളാൻ തങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഗൂഢാലോചനയെ കാണുകയാണെങ്കിൽ അത് തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ ധീരമായി പ്രഖ്യാപിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാർ എത്രയും പെട്ടെന്ന് ഇലക്ഷനിൽ നിൽക്കണമെന്നും മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയും രക്ഷാധികളായി വന്ന് സംഘടനയെ ഏറ്റെടുക്കണമെന്നുമാണ് തങ്ങളുടെ ആവശ്യമെന്ന് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നടി ലക്ഷ്മി പ്രിയ തനിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യക്കെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി നൽകിയതായും അൻസിബ വ്യക്തമാക്കുകയും ചെയ്തു. ഭരണസംഘടന, അതായത് താരസംഘടനയിൽ തങ്ങൾക്ക് തർക്കങ്ങൾ തെരുവിലേക്ക് നീങ്ങിയതോടെ നടി സീനത്തും ഫേസ്ബുക്കിൽ എഴുതിയ ഒരു തുറന്ന കത്തിലൂടെ വലിയ വെളിപ്പെടുത്തലുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹിച്ച തനിക്കിപ്പോൾ വലിയ നിരാശയാണുള്ളത്. സ്ത്രീകൾക്കായി ജഗദീഷിനൊപ്പമുള്ളവർ മാറി നിന്നിട്ടും നേതൃസ്ഥാനത്തെത്തിയ സ്ത്രീകൾ 3 ചേരിയായി തിരിഞ്ഞ് പരസ്പരം പോരടിക്കുകയും ചെളിവാരി എറിയുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് മുന്നിൽ AMMയുടെ നിലവാരം പൂർണ്ണമായും തകർക്കുകയും ചെയ്തു. കണക്കുകളിൽ സുതാര്യത കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുമില്ല. അത് ജനറൽ ബോഡിയിൽ വെച്ച് ബാബുരാജിനെതിരെ ശ്വേത സാമ്പത്തിക ആരോപണം ഉന്നയിച്ചതും തുടർന്ന് മൈക്ക് നൽകാതെ അപമാനിച്ചതുമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതും. പുറത്ത് കാറ് കിടപ്പുണ്ട്, പൊക്കിയോളെന്ന് ശ്വേത പറഞ്ഞപ്പോൾ പ്രകോപിതനായ ബാബുരാജ് ശ്വേതയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും അതോടെ ശ്വേത പെട്ടെന്ന് രാജി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോവുകയുമാണ് ഉണ്ടായത്. മീഡിയയ്ക്ക് മുന്നിൽ വന്ന് AMMയുടെ അംഗത്വം രാജിവെച്ചെന്ന് പ്രഖ്യാപിച്ച ശ്വേത ഇപ്പോൾ താൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ജനറൽ ബോഡിക്ക് മുന്നിൽ പ്രസിഡന്റ് രാജിവെച്ചതോടെ ആ കമ്മിറ്റിയുടെ കാലാവധിയും കഴിഞ്ഞു. 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് AMMയിൽ ഇത്രയും ചീർന്നു മാറുന്നൊരു രാഷ്ട്രീയം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നതുമാണ്. അതുകൂടാതെ മാസാമാസം അക്കൗണ്ടിൽ വരുന്ന 5000 രൂപ കൈനീട്ടവും ഇൻഷുറൻസും കാത്തിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ട കലാകാരന്മാർ ഇവിടെ ഉണ്ടെന്നും അവരുടെ ജീവൻ വെച്ചാണ് ഈ കളിക്കുന്നതെന്നും വ്യക്തമാക്കിയ സീനത്ത് ലാൽജിയും മമ്മൂക്കയും ദയവ് ചെയ്ത് മൗനം വെടിഞ്ഞ് AMMയെ രക്ഷിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ AMMA സംഘടന പൂർണ്ണമായ ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് പെട്ടുകൊണ്ടിരിക്കുന്നത്. AMMയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ താൽക്കാലികമായി രൂപീകരിച്ച അഡ്വോ കമ്മിറ്റിയുടെ പ്രവർത്തനം എറണാകുളം മുനിസിപ്പൽ കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നിയമാവലി പ്രകാരം ഭരണസമിതി രാജിവെച്ചാലും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ പഴയ കമ്മിറ്റി തന്നെ തുടരണമെന്നും അഡ്വോ കമ്മിറ്റി എന്ന സംവിധാനം ബൈലോയിൽ ഇല്ലെന്നുമുള്ള ശ്വേതയുടെ ഹർജിയിലാണ് കോടതിയുടെ ഈ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കോടതി വിധി വന്നതിന് തൊട്ട് പിന്നാലെ അഡ്വോ കമ്മിറ്റി കൺവീനറും നടനുമായ രമേശ് പിഷാരടി തന്റെ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. 32 വർഷത്തെ പാരമ്പര്യമുള്ള സംഘടനയെ കോടതി കയറ്റാൻ തനിക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പിഷാരടിയുടെ പിന്മാറ്റം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ നടത്തിയ സ്വകാര്യ സംഭാഷണം പോലും വലിയൊരു അജണ്ടയോടെ പുറത്തുവിട്ടതിൽ തനിക്ക് കടുത്ത വേദനയുണ്ടെന്നും പിഷാരടി പറയുകയും ചെയ്തു. പൊതുവേദിയിൽ അംഗത്വം വരെ രാജിവെച്ച ഒരാൾക്ക് എങ്ങനെയാണ് പിന്നീട് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാൻ കഴിയുന്നെന്ന് അദ്ദേഹം ചോദ്യവും ഉയർത്തി. കടിച്ചു തൂങ്ങിക്കിടക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് താൻ മാറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അഡ്വോ കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്നപ്പോഴാണ് ശ്വേത ഉൾപ്പെടെയുള്ള മുൻ ഭരണസമിതി അംഗങ്ങൾ ആരും ഔദ്യോഗികമായി രാജിക്കത്ത് നൽകിയിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം രമേശ് പിഷാരടി, KB ഗണേഷ് കുമാറും പുറത്തു പറയുന്നത്. ഇതിന് പിന്നാലെ ജോയ് മാത്യു, ജയൻ ചേർത്തല, കൈലാഷ്, ലക്ഷ്മി പ്രിയ, അൻസിബ എന്നിവർ ഇമെയിൽ വഴി രാജി നൽകിയെങ്കിലും പ്രധാന ഭാരവാഹികൾ രാജിക്കത്ത് നൽകാത്തതിനാലും അഡ്വോ കമ്മിറ്റി തകർന്നതിനാലും സംഘടന പൂർണ്ണമായും വഴിമുട്ടി നിൽക്കുകയാണ്. AMMA സംഘടനയിലെ ഈ തമ്മിലടിയും പാരവെപ്പും തെരുവിലേക്ക് നീണ്ടതോടെ സംഘടനയുടെ പവിത്രത പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഈ ചതുരംഗ കളികളിൽ കടുത്ത നിരാശനായ സൂപ്പർ താരം മോഹൻലാൽ സംഘടനയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഇനി താനില്ലെന്ന കടുത്ത നിലപാടിലുമാണ്. ഇനിയൊരു കാര്യത്തിലും ഇടപെടാനോ മധ്യസ്ഥതയ്ക്കോ താനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. സിനിമാ ലോകത്തെ വൻവൃക്ഷങ്ങളെല്ലാം ഒന്നിന് പിറകെ ഒന്നായി ഒഴിഞ്ഞു മാറുകയും സംഘടന പൂർണ്ണമായും അനാഥത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ AMMA എന്ന തണൽമരം പൂർണ്ണമായും ഉണങ്ങിപ്പോകുമോ എന്നുള്ള കടുത്ത ആശങ്കയാണ് ഇപ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന ഈ പറഞ്ഞ സംഘടനയിലുള്ളവർക്കുള്ളത്. ചിലർ അറിഞ്ഞോ അറിയാതെയോ AMMയുടെ വേരിറക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വിദേശ ശക്തികളും വൻകിട കമ്പനികളും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള
പണക്കൊഴുപ്പ് കൊണ്ടുവന്ന് സംഘടനയെ ഹൈജാക്ക് ചെയ്യാനുള്ള ഈ അന്തർനാടകങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിച്ചില്ല എങ്കിൽ മലയാള സിനിമയുടെ ഈ വലിയ കൂട്ടായ്മ ചരിത്രത്തിലെ ഭാഗമായി മാറുമെന്ന യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും കടുത്ത പോരാട്ടങ്ങളും ഈ സിനിമാ ലോകത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.